6ഉം 8ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ. ആ ഒരു ജന്മം നൽകിയ പെൺകുട്ടികളുടെ മുന്നിലിട്ടിട്ടാണ് ലഹരിക്കഡിക്റ്റായ ക്രൂരനായി അബ്ദുൽ ജബ്ബാർ സ്വന്തം ഭാര്യയുടെ കഴുത്തിന് വെട്ടിയത്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കോഴിക്കോട് ഫറോക്കിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു ദാരുണ സംഭവം. മുനീറ എന്നുള്ള ഒരു യുവതിയെ ഭർത്താവായ അബ്ദുൽ ജബ്ബാർ 2 മക്കളുടെ മുന്നിലിട്ടിട്ട്, അതായത് 6ഉം 8ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുടെ മുന്നിലിട്ടിട്ട് അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരൊറ്റ കാരണമേ ഉള്ളൂ, ലഹരിക്ക് പണം ചോദിച്ചു, ഈ ഭാര്യ കൊടുത്തില്ല. ഈ മുനീറ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയാണ്. ഇയാൾ വന്നിട്ട് ലഹരിക്ക് അഡിക്റ്റാണ് ഈ അബ്ദുൽ ജബ്ബാർ. കാശ് ചോദിച്ചു. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു കൊടുക്കാൻ തരും, എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ ജോലിക്ക് പോവാണ്. ആ ഒരൊറ്റ ദേഷ്യത്തിന് ആ 2 പെൺകുട്ടികളുണ്ട്, 6ഉം 8ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ. ആ ഒരു ജന്മം നൽകിയ പെൺകുട്ടികളുടെ മുന്നിലിട്ടിട്ടാണ് ലഹരിക്കഡിക്റ്റായ ക്രൂരനായി അബ്ദുൽ ജബ്ബാർ സ്വന്തം ഭാര്യയുടെ കഴുത്തിന് വെട്ടിയത്. കഴിഞ്ഞ ദിവസം ഈ മുനീറ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ യുവതിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. പടച്ചറബിൻ്റെ ഒരു പേരും വെച്ച് ഈ അബ്ദുൽ ജബ്ബാർ എങ്ങനെയാണ് ഈ കൊടും ക്രൂരത ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത്? ഇയാളെ ഞാൻ കേട്ടൊരു വിവരം, ഇയാൾ ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു. ആ കല്യാണം കഴിച്ചിട്ടും ഇതേ പ്രശ്നങ്ങൾ കാരണം ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ ഇവർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി തന്നെ പ്രശ്നങ്ങൾ. ഇയാൾ ലഹരിക്ക് അഡിക്റ്റാണ്. ഇത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാവരും കൂടി കാര്യം ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോഴും ഈ പെണ്ണ് പറഞ്ഞു, വേണ്ട, നേരെയാവും, നന്നാവുമെന്ന് കരുതിയിട്ട് വിട്ടു. നന്നാവുമെന്ന് കരുതിയിട്ട് വിട്ടിട്ട് വീണ്ടും മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയതാണ് ഈ മുനീറയുടെ ലൈഫ് തകരാനിടയാക്കിയത്. ഇന്ന് മുനീറയിൽ ആ 2 കുട്ടികൾ അവരനുഭവിക്കുന്ന ഒരു ട്രോമ തലച്ചൊക്കെ അവർക്ക് ജന്മം നൽകിയൊരു ഉമ്മ സ്വന്തം പിതാവിൻ്റെ കൈകളാൽ ക്രൂരമായിട്ട് കൊലക്കത്തിക്കിരയാവുന്ന കാണേണ്ടി വരുന്നൊരു മക്കൾ. നമ്മുടെ നാട്ടിൽ ലഹരി യഥേഷ്ടമുണ്ട്. ഈ ലഹരി വരുന്നൊരു സോഴ്സ് ഇല്ലാതാക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 2025 വർഷം തുടങ്ങുന്നത് കോഴിക്കോട് താമരശ്ശേരി ഭാഗത്ത് ഒരു ഉമ്മാനെ സ്വന്തം മകൻ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടാണ്. അവനും ലഹരിയായിരുന്നു. അവൻ്റെ കൂട്ടുകാരൻ പിന്നീട് സ്വന്തം ഭാര്യയെ കൊന്നു. നമ്മുടെ നാട്ടിൽ കുറേ വാർത്തകൾ ഈ 2025 ലഹരിക്കടിമയായിട്ട് മാതാപിതാക്കളെ കൊന്നൊരു വാർത്ത. കേരളത്തിൽ മാത്രം 15ലധികം രക്ഷിതാക്കളെ മക്കൾ കൊന്നതുണ്ട്, വെട്ടി പരുക്കേൽപ്പിച്ചതുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതുപോലത്തെ ഒത്തുപോകാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ നേരെയാക്കാൻ ശ്രമിക്കുന്നു എന്ന്, അല്ലെങ്കിൽ നേരെയാവുമെന്ന് കരുതിയിട്ട് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ അതൊടുവിൽ ഇതുപോലെ ജീവൻ പോലും നഷ്ടപ്പെടും. ഇന്ന് ആ കുട്ടികളുടെ രക്ഷ, പിതാവാണെന്ന് പറയുന്ന ഒരാൾ ജയിലിൽ, ഉമ്മയാണെങ്കിൽ ഇല്ല. ഇനി ആ കുടുംബക്കാർക്ക്, അതായത് 2 പേര് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇത്തരം പ്രതികളെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ജയിലിൽ ജാമ്യം കൊടുക്കരുത്. ആജീവനാന്തം ഇവിടെ കിടക്കണം. കാരണം ഈ ലഹരിക്ക് അഡിക്റ്റായ ഒരാൾ ജയിലിൽ പോയാൽ ഇയാൾ ലഹരി മാറും നിങ്ങൾ കരുതുന്നുണ്ടോ? ജയിലിൽ പോയാൽ ബാക്കിയുള്ളവർക്കൊരു സുരക്ഷിതത്വം കിട്ടുള്ളൂ. ഈ പറയുന്ന സാധനങ്ങൾ മുഴുവനും ഒരു കുഴപ്പമില്ലാതെ ഇവിടെ കിട്ടും, ജയിലിലും കിട്ടും. ഇവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടി അവിടെ കിട്ടാറുണ്ട്. പിന്നെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരമൊരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഈ രീതിയിൽ, പല രീതിയിൽ, 2 രീതിയിലെ കുടിയന്മാരുണ്ട്. ഒന്ന് കുടിക്കും, ബാക്കിയുള്ളവർക്ക് ശല്യങ്ങളൊന്നുമില്ല. വേറെ ചില കുടിയന്മാരുണ്ട്, അവർ കുടിക്കുന്നു എന്ന് മാത്രമല്ല അവരോട് ചുറ്റപ്പറ്റിയുള്ള ആളുകളെയൊക്കെ ദ്രോഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ലഹരിക്ക് അഡിക്റ്റായ ആളുകളാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ നമ്മൾ ആദ്യം പറഞ്ഞ ആളുകളെ പോലെ അല്ല കൈകാര്യം ചെയ്യേണ്ടത്. എനിക്ക് പരിചയ അനുഭവം ഞാൻ പറയാം. ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ട് അവരുടെ ഭർത്താവ് ലഹരിക്ക് അഡിക്റ്റാണ് എന്ന് അവരറിഞ്ഞത് വിവാഹശേഷമാണ്. വിവാഹത്തിന് മുൻപ് അന്വേഷിക്കുന്ന സമയത്തൊക്കെ നല്ല കുടുംബം, നല്ല സമ്പത്ത്, നല്ല വിദ്യാഭ്യാസം, ഇതൊക്കെ നോക്കിയത്. പക്ഷേ ഇയാൾ ലഹരിക്ക് അഡിക്റ്റായിരുന്നു. പക്ഷേ ലഹരിക്ക് അഡിക്റ്റ് ആകുമ്പോഴും ഈ സ്ത്രീക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ ആദ്യം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇയാൾ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ തുടങ്ങി, കുട്ടികളെ മർദ്ദിക്കാൻ തുടങ്ങി, ഈ കുടുംബത്തിന് ചെലവിനൊന്നും കിട്ടാതായി തുടങ്ങി. ആദ്യം ഇതൊക്കെ കിട്ടുമായിരുന്നു. ഓരോരോ കാരണങ്ങൾ പറഞ്ഞുള്ള മർദ്ദനായപ്പോൾ ഇയാൾ വാപ്പാടും ഈ പെണ്ണ് പറഞ്ഞത്, എനിക്കിത് ഒത്തുപോകാൻ പറ്റൂല, ഇതിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ വാപ്പയും ഉമ്മയും പറഞ്ഞൊരു മറുപടി എന്താണ്, മോളെ, അതൊക്കെ എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിൻ്റെ കാര്യത്തിൽ നീ ഇങ്ങനെ കടുംപിടിച്ച് വന്നാൽ ഇവിടെ വന്നിട്ട് നീ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഈ മകളെ നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. ഇവർ പറഞ്ഞു, ഞാനെന്താ ഇയാളെ കൊലക്കത്തിക്കിരയാവണോ, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ സഹിച്ച് ജീവിക്കണോ, ഞാൻ അതിനാണോ നിങ്ങളിന്നെ വളർത്തിയത്, എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് അവർ തീർത്തൂട്ടി പറഞ്ഞപ്പോൾ പിന്നെ അത് പള്ളിക്കമ്മിറ്റിയിൽ സംസാരിച്ച് ചിലരൊക്കെ ഇത് ഒഴിവാക്കണമെന്നായി. ഒഴിവാക്കിയാളൊരു ഭവിഷ്യത്ത്, ഭാര്യ ഇങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ₹1 നഷ്ടപരിഹാരം കിട്ടൂല. അതായത് ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ആ ഭാര്യയുടെ കൂടെ അല്ല, ആ പെണ്ണിൻ്റെ കൂടെ അല്ല,
ഇനി ഭർത്താവാണ് ഒഴിവാക്കണതെങ്കിൽ മാത്രം അത്ര നഷ്ടപരിഹാരം കിട്ടുള്ളൂ. എന്തൊരു മാനുഷിക വിരുദ്ധ സമീപനമാണ് നമ്മുടെ നിയമങ്ങളിലുള്ളത്. കൗൺസിലിങ്ങിന് പോയി, എല്ലാവരും കൂടി കൗൺസിലിങ്ങിന് പറഞ്ഞാൽ നോക്കി, ഇയാൾ ആദ്യം കൗൺസിലിങ്ങിന് പോകും, വരാൻ തന്നെ തയ്യാറില്ല. അയാൾ പെർഫെക്റ്റ് അല്ലേ, അയാൾ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കള്ളുടിച്ചോണ്ട് എനിക്ക് എന്താണെന്നുള്ളതാണ്. പിന്നെ അയാൾ ഓരോന്നിനും ഓരോ കാരണമുണ്ട്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മർദ്ദിക്കാനും ചീത്ത അറിയാനൊക്കെ കാരണങ്ങൾ എമ്പാടുണ്ട്. അവസാനം പിടിച്ച് കെട്ടി എല്ലാവരും കൂടി നിർബന്ധിപ്പിച്ച് കൗൺസിലിങ്ങിന് കൊണ്ടുപോയ സമയത്ത് കുറ്റം മുഴുവനും ഈ പെണ്ണിൻ്റെ മേത്തേക്കായി. പെണ്ണ് നിസ്സഹായാവസ്ഥ നിൽക്കുകയാണ്. ഇതെന്ത് ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് ഇയാൾ ഒരു കാര്യം ഈ പെണ്ണ് തീരുമാനിച്ചു, ഇയാളുടെ കൂടെ ഒത്തുപോകാൻ കഴിയില്ല. അപ്പോൾ ഇയാൾ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് നന്നായപ്പോൾ എല്ലാവരും പറഞ്ഞ് കണ്ടില്ല, ഉഷാറായി. പക്ഷെ വീണ്ടും പഴയ പണി തുടങ്ങി. അവസാനം പറഞ്ഞു അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാൻ നന്നാക്കാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. നന്നാക്കാൻ ഇയാൾ വരണ്ടേ. അവസാനം എല്ലാവരും കൂടി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചാടിപ്പോവുക ചെയ്തത്. അവിടുന്ന് ഇങ്ങോട്ട് ചാടിപ്പോന്നു. ഇവൾ ഇടക്കങ്ങോട്ട് ഭയങ്കര സ്നേഹം കാണിക്കും, മക്കൾക്കൊക്കെ ഭയങ്കര സ്വീറ്റ്സും കാര്യങ്ങളും കൊണ്ട് മക്കളെ പൊന്നാരിക്കും. മക്കൾക്ക് വാപ്പാനെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ വാപ്പി കുടിച്ചു വന്നിട്ട് ഈ മർദ്ദനം കാണുമ്പോഴേ ഓരോരോ കേസിലൊക്കെ പോയിട്ട് പെടുകയാണ്. അവിടുന്ന് കുറച്ച് MMDMA കൊടുക്കുന്നതിലൊക്കെ പെട്ടിട്ടൊക്കെ പല തവണ ഇയാൾ ജയിലിലാവാണ്. മക്കൾക്കിത് ഞങ്ങൾ ഇന്ന വാപ്പാൻ്റെ മക്കളാണെന്ന് പറയാൻ പേടിയും ഭയവും അതേപോലെ നാണക്കേടുവാൻ തുടങ്ങി. സാധനം പറഞ്ഞ് ഈ കുട്ടികൾ ഇത് കണ്ടിട്ടാണ് വളരുക. ഇങ്ങനൊരു വാപ്പാൻ്റെ കൂട്ടത്തിൽ വളരെ ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. ഈ സ്ത്രീക്ക് ഉറപ്പിച്ച് പറഞ്ഞു വാപ്പാടും ഉമ്മാടും എന്ത് പറഞ്ഞാലും വല്ല ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഡിവോഴ്സായി. പള്ളി കമ്മിറ്റിയൊക്കെ ഇടപെട്ട് നഷ്ടപരിഹാരങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കൊടുത്ത് കുട്ടി ഇന്ന് ആ പെൺകുട്ടി സ്വന്തം നിലക്കൊരു പ്രയത്നം നടത്തിയൊരു കടയിൽ ജോലി ചെയ്തിട്ട് മാഷാ അല്ലാഹ് സന്തോഷമായിട്ട് ജീവിക്കുന്നു. കടയിൽ ജോലി ചെയ്തു എന്ന് മാത്രമല്ല, അവർ പിന്നീട് അവിടുത്തെ സന്നദ്ധ സംഘടന ആളുകൾ ഇടപെട്ടിട്ട് അവരൊരു ഗൾഫിലേക്ക് പോയി, ഒരു യുവതി ഗൾഫിലേക്ക് പോയിട്ട് റാഹത്തായിട്ട് ജീവിക്കുകയാണ് അവർ. അപ്പോൾ ഇങ്ങനെ ഒരു പോരാട്ടത്തിലൂടെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമുള്ളത്. മക്കളായ കാലത്ത് പഠിപ്പിച്ചിട്ടില്ല, ഒരു ജോലി വാങ്ങാനുള്ള ഒരു ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് സ്ത്രീകളെ നിങ്ങൾ പ്രായപൂർത്തി ഒരു 18 വയസ്സാകുമ്പോഴേക്ക് ഓടിപ്പാഞ്ഞ് കല്യാണം കഴിക്കേണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 10-18 വയസ്സായ കുട്ടി പെട്ടെന്ന് ഒരാഴ്ച കാണാതായി. ഒരാഴ്ച കുട്ടി വന്നിട്ടില്ല. വന്നപ്പോൾ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നിയമപരമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഈ 10-18 വയസ്സായ കുട്ടി ഇപ്പം തന്നെ നിക്കാഹ് ഉറപ്പിക്കുന്നത്? അപ്പോൾ നമുക്ക് പഠനത്തിലേക്കല്ല താല്പര്യം, മക്കൾ വലുതാവുന്ന സമയത്ത് വേഗം കെട്ടിച്ച് വിടുക. അങ്ങനെ പണ്ട് കെട്ടിച്ച് വിട്ടവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ പോയി ചാടുന്നത്. അവർക്ക് നല്ല മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കുക, അപ്പോൾ തന്നെ അവർക്കൊരു പക്വത വരും. അവർക്ക് നന്നായിട്ട് വിദ്യാഭ്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ജോലി എടുക്കാനുള്ള ഒരു അവസരങ്ങളുണ്ട്. പിന്നെ അവർക്ക് നല്ല മനോധൈര്യം കൊടുക്കുക. സ്ത്രീകളാണെന്ന് കരുതി ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെന്നുള്ളൊരു തോന്നൽ ഒഴിവാക്കുക. ഇത് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന ഒരുപാട് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന കേസുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു ധൈര്യമില്ലായ്മയാണ് സ്ത്രീകളൊരു പ്രശ്നമുള്ളത്. ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ ഇന്ന് റാഹത്തായിട്ട് ജീവിക്കാൻ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അനുഭവം ഉണ്ടാവും. സ്വന്തം പലരും എനിക്ക് വിളിച്ചു പറയാറുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അഡിക്റ്റാണ്, പക്ഷേ കുടുംബം അങ്ങനെ നോക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കൂല. നിങ്ങൾ അതിൻ്റെ മീതെ മെക്കെട്ട് കയറണ്ട. ഞാൻ പറഞ്ഞല്ലോ, മദ്യപാനികളെ പല ഘട്ടങ്ങളിൽ തിരിക്കാം. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ലഹരിക്ക് അഡിക്റ്റായിട്ട് നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന സ്വഭാവമാണെങ്കിൽ അതിന് ഡേഞ്ചറസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അവിടെയാണ് നിങ്ങളൊരു ഉറച്ചൊരു തീരുമാനം എടുക്കുക. എന്ത് തീരുമാനം എടുത്താലും അതിന് ഗുണവും ദോഷവും ഉണ്ട്. നിങ്ങൾ ഗുണവും ദോഷവും രണ്ട് പട്ടികയിലാക്കി എഴുതി വെച്ച് നോക്കുക. ഗുണമാണോ കൂടുതലെങ്കിൽ ഞാൻ തീരുമാനങ്ങൾ ഓക്കെ ആക്കി എടുക്കുക. ദോഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോവുക. അത്ര ആ കുട്ടികളുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. 2 മക്കൾ, അനാഥരായ 2 മക്കൾ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു സന്തോഷം കൂടി പറയാനുണ്ട്. ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്, ഫാമിലി ഒന്നിച്ചിട്ട്. ഒരു 4 ഫാമിലി ഉണ്ട്. ഞങ്ങളിത് അന്ന് രാവിലെ ഞങ്ങൾ യാത്ര പോവും മംഗലാപുരം ഉള്ളാൾ മഖാമിലേക്കൊന്ന് അവിടെ നിന്ന് സിയാറത്ത് ചെയ്യാൻ 2-3 സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ കൂട്ടത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് അവധിയാണ്. അപ്പോൾ ഇന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അപ്പോൾ ഇന്നൊരു വൈകുന്നേരം ഞങ്ങൾ രാവിലെ യാത്ര തുടർന്ന് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഉള്ളാളെത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉള്ളാൾക്ക് വരുന്നത്. നമ്മളിങ്ങനെ പണ്ട് ഉള്ളാൾക്കുള്ളൊരു ആടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ആടുകൾ പോകുമായിരുന്നു. ആ ആടുകളുടെ കഴുത്തിൽ നമ്മൾ പണിട്ട് കൊടുത്താൽ ഉള്ളാൾക്ക് എത്തുന്നായിരുന്നു വിശ്വാസം. അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉള്ളാളൊക്കെ പോയ ആളുകളുണ്ടോ? ഉണ്ടെങ്കിലും താഴെ വിവരങ്ങളൊന്ന് പങ്കുവെക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഉള്ളാൾക്ക് പോവുകയാണ്. എല്ലാവരും ദുആലുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ്. ഫാമിലി വന്നിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷവും കൂടി വേറെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് യാത്രയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. യാത്ര എവിടെയൊക്കെ പോകുന്നു,
എന്തൊക്കെയാണ് നമ്മളെ ഒരു ലൈഫിൽ ആ യാത്ര സംഭവിച്ചതൊക്കെ യാത്രയിൽ പങ്കുവെക്കുക, നിങ്ങൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇൻഷാ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഞാനിന്നലെ ചോദിച്ചിരുന്നു സമസ്തയുടെ ഫസ്റ്റ് സമ്മേളനം എവിടെയാണ് നടന്നത്. താനൂരിൽ വെച്ചിട്ടാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആൻസർ എഴുതിയത്. ആൻസർ എഴുതിയ ആളുകൾക്ക് അഭിനന്ദനങ്ങൾ. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹബീബായ നബിയുടെ കാലത്ത് കഅബ അല്ലാത്ത മറ്റൊരു ആരാധനാ കേന്ദ്രം കൂടി ഖിബിലയായിട്ടുണ്ട്. അതേതായിരുന്നു ആ ഒരു ആരാധനാ കേന്ദ്രം? കഅബ അല്ലാത്ത മറ്റൊരു ഖിബില ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.